ഗായ്സും പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത് ഇന്ന് മൂന്നാറിൻ്റെ സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് കുലുക്കുമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ജീപ്പിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ, വേറെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു, നമ്മുടെ യാത്ര ഒക്കെ തുടങ്ങി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ. ഇശ്ലിക്കുട്ടി അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ, ഈ കുലുക്കം കാരണം. അങ്ങനെ ഞങ്ങൾ പകുതി വഴിയെന്ന് വെച്ചിട്ടാട്ടോ സൺറൈസ് കണ്ടത്. അങ്ങനെ അത് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നിട്ട് നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കൃത്യം പറഞ്ഞാൽ 1 മണിക്കൂർ പോവാനും 1 മണിക്കൂർ വരാനും ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും കുത്തിക്കുലുങ്ങി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നവിടെ എത്തിയാൽ മതി എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ഇന്ന് നമ്മൾ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ വ്യൂ പോയിന്റിലൊക്കെ എത്തി ഞങ്ങൾ കുറച്ച് വാഷ്റൂമിലൊക്കെ പോയി. അത്രയും നേരം മോൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. അവൾ കുറച്ച് വാശിയായി തുടങ്ങി, കാരണം കുത്തിക്കുലുങ്ങി ആൾക്കെന്തോ ബോറടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്തിരി നേരം വൈകിയ കാരണം നമുക്ക് ആ സൺറൈസ് കാണാൻ പറ്റിയില്ല കേട്ടോ. ആ വ്യൂ പോയിന്റിൽ വെച്ചിട്ട് കുഴപ്പമില്ല, നമ്മൾ നല്ലൊരു സൺറൈസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ, ജീപ്പിക്ക് നമുക്ക് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുഞ്ഞി കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇശലിന് കുറച്ച് അതിൽ നിന്നൊക്കെ കൊടുത്ത് ഇനി റൂമിൽ പോയിട്ട് അവൾക്ക് കുറുക്ക് വേറെ കൊടുക്കണ്ടേന്ന് തോന്നുന്നുണ്ട്, കാരണം അവൾ ഒത്തിരി കഴിച്ചിട്ടുള്ളൂ. ഇവിടെ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കൊക്കെ നമുക്ക് റെഡി ആവാനായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അമ്മി റെഡി ആവാൻ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ റെഡി ആവട്ടെ. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വേറെ ഒന്നും കാണാൻ നിൽക്കണില്ല, കാരണം നമ്മൾ ഞാനൊരു 3 വട്ടമായി മൂന്നാറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ സ്ഥലം കണ്ടിട്ട് ഉള്ള കാരണം നമ്മൾ ഇനി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിൽ ഇങ്ങനെ പോണ വഴിയിൽ ഓരോരോ സ്ഥലത്ത് നമ്മൾ നിർത്തും. അങ്ങനെ ബസ് നിർത്തിയപ്പോൾ ഒരു മാങ്ങ തിന്നു. പിന്നെ നമ്മൾ കോണം ഉണ്ടപ്പോൾ ഇശലിന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോണ്. അങ്ങനെ അതും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാഗി വേണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ വീണ്ടും മാങ്ങ വാങ്ങിച്ചു, പൈനാപ്പിൾ വാങ്ങിച്ചു, നല്ല മധുരമുള്ള പൈനാപ്പിൾ കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം കഴിച്ച് നല്ല മസാല തേച്ച സ്വീറ്റ് കോൺ ഞാൻ വാങ്ങിച്ചിട്ടോ. മോൾക്ക് അതിന് മസാല തേക്കാത്ത ഞാൻ മോൾക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറിക്കാണ് കേട്ടോ ഇനി പോണത്. അങ്ങനെ ഞങ്ങൾ പോയത് റിപ്പിൾ ടീ മ്യൂസിയത്തേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയിട്ടുള്ളത്. നമ്മുടെ പണ്ടത്തെ കണ്ണൻ ദേവ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് മ്യൂസിയം ആയിരുന്നു കേട്ടോ കാണാനുണ്ടായിരുന്നത്. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ട് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ടീ ഫാക്ടറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഈ പച്ചയിലയിൽ നിന്ന് എങ്ങനെ ചായപ്പൊടി ഉണ്ടാവണമെന്ന്, നമുക്ക് ഓരോരോ പ്രോസസ്സിങ് എങ്ങനെയൊക്കെ വരണമെന്നും നമുക്ക് എല്ലാം അവർ വിശദീകരിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടിയുണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ വിധവും ഉണ്ട് കേട്ടോ. പലതരം തേയിലയുടെ ചായപ്പൊടികളുണ്ട്, പല വിലയുടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച്, കാപ്പിപ്പൊടി വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റും വാങ്ങിച്ചില്ല. ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ കുഞ്ഞി മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഉണ്ടെങ്കിലും അത്ര തണുപ്പൊന്നും ഞങ്ങൾക്ക് മൂന്നാറിൽ തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി പോണത് ചോക്ലേറ്റ് ഫാക്ടറിക്കായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വീട്ടുകാർക്കും ഒക്കെ കൊടുക്കാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങാണ്ടായിരുന്നു. എൻ്റെ അനിയന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചോക്ലേറ്റ് വരണം നിങ്ങൾ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ അവിടുത്തെ ഒരു ജെല്ലി മിഠായി ഞാൻ തിന്നിട്ടോ, മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മോളെ എനിക്ക് തന്നപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ജെല്ലി മിഠായി. പിന്നെ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് കാണുന്ന വല്ല ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കഴിക്കാൻ വെച്ചു. പക്ഷേ അടുത്തൊരു ഷോപ്പും കണ്ടില്ല. നമ്മൾ മൂന്നാർ വിട്ടിട്ട് ഒരു ചിക്കൻ കണ്ടപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും
ഒരു ബർഗറും പിന്നെ മൊഹിത്തോയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്ന് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള സ്പേസും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.